വൈകുന്നേരം അർച്ചനയും സൂര്യയും ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഒരുക്കി മിത്തുമോളെയും കളിപ്പിച്ചിരിക്കുന്ന പല്ലവിയെയാണ് കാണുന്നത്. തിരിച്ച് നമ്മളില്ലാതെ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നിനക്ക്? ഇല്ലടാ. അർച്ചനയും പല്ലവിയും ഓരോന്ന് സംസാരിച്ച് നിൽക്കുമ്പോൾ സൂര്യ മിത്തുമോളോട് കളിക്കുമായിരുന്നു. ഡീ കൊരങ്ങി, ഒന്നാതെ നിന്നെ നാറിയിട്ട് വയ്യ, പോയി ആദ്യം കുളിക്കടി, എന്നിട്ട് എത്ര വേണോ അവളെ നിനക്ക് തന്നെ കളിപ്പിക്കാം. സൂര്യ അതിന് അവൾക്കുള്ളൊരു ചിരി സമ്മാനിച്ചിട്ട് മിത്തുമോളോട് അവളുടെ കവിളിൽ പിടിച്ചു വലിച്ച് കൊഞ്ചിച്ച് പറഞ്ഞു. മിത്തൂസിൻ്റെ ചേച്ചിയമ്മ കുളിച്ചിട്ട് വേഗം വരാവേ, അപ്പോൾ നമുക്ക് രണ്ടാൾക്കും ഇഷ്ടം പോലെ കളിക്കാവേ. ഇപ്പോൾ ചേച്ചിയമ്മ പോയി കുളിച്ചില്ലെങ്കിലേ ആ ഭൂതം ചിലപ്പോൾ എന്നെ പിടിച്ചു തിന്നും. അവൾ പറഞ്ഞത് മനസ്സിലായിട്ടെന്നോർന്നറിയില്ല. മിത്തുമോൾ അസലായി അവളുടെ കുഞ്ഞ് രണ്ട് കരങ്ങളിലും അടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. ഭൂതം നിന്റെ എന്നെക്കൊണ്ട് ബാക്കി പറയിപ്പിക്കണ്ടെങ്കിൽ പോയി കുളിക്കടി ഭ്രാന്തി. സൂര്യ പിന്നെ ഒരു നിമിഷം അവിടെ നിന്നില്ല. വേഗം തന്നെ ഫ്രഷ് ആവുന്നതിനായി അകത്തേക്ക് കയറിപ്പോയി. സൂര്യ പോകുന്നത് നോക്കി ചിരിക്കുന്ന പല്ലവിയുടെ അടുത്തേക്ക് അർച്ചന വന്നു നിന്നു. നീ ഇതുപോലെ എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഇരിക്കണം എന്ന ഞങ്ങളുടെ ആഗ്രഹം. അതെനിക്ക് കഴിയുമോ എന്നറിയില്ല. അതെന്താ നിനക്ക് കഴിയാതെ? ഇപ്പം നീ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഫ്രീ ആയില്ലേ? ഇനി മിത്തുമോളെയും നിന്നെയും പറ്റി മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. പ്രശ്നങ്ങൾ തീർന്നു എന്ന് ആരാ പറഞ്ഞേ? വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചിട്ടല്ലേ ഞാൻ നിങ്ങൾക്കൊപ്പം എല്ലാം മിത്തുമോളെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. അതൊന്നും നിന്റെ തെറ്റല്ലല്ലോ. നിന്റെ ചേച്ചി എന്ന് പറയുന്ന പൊന്ന മോള്, ആ പൊന്ന അരവിന്ദും അല്ലേ ഇതിനൊക്കെ കാരണം. എന്നാൽ നിങ്ങൾക്കൊപ്പം ഞാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ട് തന്നെ അയാൾക്ക് ഇപ്പം എന്നോടുള്ള ദേഷ്യം കൂടിയിട്ടല്ലേ ഉണ്ടാവൂ. അവനെ ഇത്രയ്ക്ക് പേടിയുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ അന്ന് അവനോട് അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചത് എന്തിനാ നീ? അവൻ ചോദിച്ചത് പോലെ മിത്തുമോളെ അവനെ കൊല്ലാൻ കൊടുത്തിട്ട് അവനൊപ്പം പോകാത്തത് എന്തേ നീ? അത് പറയുമ്പോൾ അർച്ചനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും വൈകിട്ടില്ല. നിനക്ക് അവൻ്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോ. ഞങ്ങളാണ് തടസ്സമെങ്കിൽ ഞാനോ അവളോ ഇതിൽ നിന്നെ ഇനി തടുക്കാൻ വരില്ല. പോരെ? നീ എന്തൊക്കെയാ അച്ചു പറയുന്നേ? ഞാൻ അങ്ങനെയൊക്കെയാണോ പറഞ്ഞേ? അവൻ എൻ്റെ മിത്തുമോളെ കൊല്ലാൻ ഞാനായിട്ടിട്ട് കൊടുത്തിട്ട് അവനൊപ്പം തന്നെ ഞാൻ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ നീ കാരണം ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെന്താ പറയണ്ടേ? നീ തന്നെ ഒന്ന് പറയേ. പല്ലവി ഒന്നും മിണ്ടാതെ മൗനമായി നിൽക്കുന്നത് കണ്ട് അർച്ചന വീണ്ടും പറഞ്ഞു തുടങ്ങി. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. കാരണം നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ആരെക്കാളും നന്നായി എനിക്കറിയാം. എന്നാൽ നീ ഇനിയും മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ജീവിതത്തിൽ പേടിക്കാൻ തുടങ്ങിയ നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും പേടിച്ച് തന്നെ ജീവിക്കേണ്ടി വരും. അതും നമ്മുടെ മരണം വരെ. നമ്മൾ മറ്റുള്ളവരെ പേടിക്കുന്നതെന്നറിയുമ്പോൾ നമ്മളെ ചൂഷണം ചെയ്യാൻ പലരും കാണും. അവർക്കതിന് നമ്മൾ ഇടവരുത്തി കൊടുക്കുമ്പോൾ അവർ കൂടുതൽ നമ്മളിൽ അവരുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ബോൾഡായി അവരെ എതിർക്കാൻ തുടങ്ങിയ പിന്നെ അവർക്കെന്നല്ല ആർക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. നീ പഴയ പാവാടക്കാരി പല്ലവിയല്ല. അതിൽ നിന്നും എത്രയോ മാറിയിരിക്കുന്നു. ഇന്ന് നിന്നെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നൊരു കൈക്കുഞ്ഞുകൂടി നിനക്കൊപ്പം ഉണ്ട് എന്നോർത്താ നിനക്ക് നല്ലത്. അതിനു വേണ്ടിയിട്ടെങ്കിലും നീ കുറച്ചുകൂടെ ബോൾഡായി മതിയാവൂ. ഞാനിതെല്ലാം പറയുന്നത് നിൻ്റെയും മിത്തുമോളുടെയും നല്ലതിനു വേണ്ടി മാത്രമാണ്. എനിക്കറിയാം അച്ചു, ബട്ട് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, പറ്റുന്നില്ല. എവിടെയോ എൻ്റെ മിത്തുമോളെ പറ്റി ഓർക്കുമ്പോൾ ഭയം താനെ വരുന്നു. ഇന്ന് തന്നെ ആ അരവിന്ദനെ വിളിച്ചിരുന്നു. ഇനി ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാവുമോ? അതൊക്കെ ഓർത്തപ്പോൾ മനസ്സിലെന്തോ അരുതാത്തത് നടക്കുമോ എന്ന് ഭയം. നീ സ്വയം ടെൻഷനടിച്ച് നിന്നെ തന്നെ അവനെ കാണിച്ചു കൊടുക്കും. അല്ലാതെ ഞാനെന്ത് പറയാനാ? നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ പറഞ്ഞു ആ സിം മാറ്റാൻ. നീ കേട്ടോ? ഇനി എന്തായാലും ആ സിം നിനക്ക് വേണ്ട. നാളെ ഞാൻ തന്നെ പുതിയൊരു സിം വാങ്ങിയിട്ടോളാം. നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ചുള്ള സന്തോഷം കളയണ്ട. നിന്റെ ഏത് പ്രശ്നത്തിലും ഞങ്ങൾ കൂടെ കാണും, കേട്ടല്ലോ? തൽക്കാലം നീ മിത്തുമോളുടെ അടുത്തിരിക്കെ, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. പല്ലവി മിത്തുമോളുടെ അടുത്ത് വന്നിരുന്നു. മിത്തുമോളുടെ ചിരിച്ച മുഖം കാണി അതുമാത്രമായിരുന്നു അവളുടെ എല്ലാ വിഷമങ്ങളും മാറാൻ. കർണൻ തൻ്റെ ബെഡിൽ തലയ്ക്ക് കൈവച്ച് കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് മിത്തുമോളുടെ മോണക്കാട്ടി ചിരിക്കുന്ന മുഖവും ഒപ്പം തന്നെ തനിക്കൊരിക്കൽ നഷ്ടമായ തൻ്റെ മാത്രം പ്രണയിനിയായ അനാമയുടെ മുഖം സാദൃശ്യമുള്ള പല്ലവിയുടെ മുഖമാണ് തെളിഞ്ഞു വന്നത്. എത്ര തന്നെ ആ ഓർമ്മകളെ തന്നിൽ നിന്ന് മാറ്റാൻ നോക്കുന്നു, അതിനനുസരിച്ച് അതിൽ കൂടുതലായി അവരുടെ ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ വീണ്ടും പതിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് തൻ്റെ റൂമിലെ ഡോറ് തുറന്ന് ആരോ അകത്തേക്ക് വരുന്നതായി കർണന് തോന്നിയത്. അവൻ ബെഡിൽ നിന്നും പതുക്കെ എഴുന്നേറ്റതും റൂമിലെ ലൈറ്റ് ഓണായി.
അനാമികയുടെ അമ്മ രേവതിയായിരുന്നു റൂമിലേക്ക് വന്നത്. അവർ കണ്ണൻ്റെ ബെഡിൽ വന്നിരുന്നു. നീ ഉറങ്ങിയില്ലേ കണ്ണ ഇതുവരെ? ഞാൻ നീ ഉറങ്ങിയോന്നറിയാൻ വന്നതാ. എന്തോ ഉറക്കം വന്നില്ല? കുറച്ചു നേരം അവർക്കിടയിൽ മൗനം തളം കെട്ടി കിടന്നു. കണ്ണ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നോട് സംസാരിക്കുന്നത് എന്തിനാ അമ്മയ്ക്ക് മുഖവരയുടെ ആവശ്യം? ഞാൻ പറയാൻ പോകുന്നത് നിന്റെ അമ്മ ഗീതയുടെ കാര്യമാണ്. കർണൻ രേവതിക്ക് മുഖം കൊടുക്കാതെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ജനലരികിലേക്ക് മാറി നിന്നു. കണ്ണ, നീ എന്തൊന്നും പറയാതെ മാറി നിൽക്കുന്നേ? അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എല്ലാം. പിന്നെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തവരുടെ കാര്യങ്ങൾ എന്നോട് പറയുന്നത് എന്തിനാ? നിന്നോടല്ലാതെ വേറെ ആരോടാ ഞാനിതൊക്കെ പറയേണ്ടത്? നീ തന്നെ എനിക്ക് പറഞ്ഞുതാ. കണ്ണനൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു. നിന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് അവൾ എന്ത് വിളിച്ചു? നിനക്ക് വേണ്ടിയിട്ട് ആ പാവം ജീവിക്കുന്നേ. ചെയ്യാത്ത തെറ്റിന് അവളെ നീ എന്തിനെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? നിനക്ക് ജന്മം തന്നതാണോ അവൾ ചെയ്ത തെറ്റ്? ഇന്നും അവർ സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ലെന്നാ പറയുന്നേ. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നേ. അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ പിന്നെ ആര്? ഞാനാണോ അതോ ഇവിടെ ഉള്ളവരാരെങ്കിലുമാണോ തെറ്റ് ചെയ്തത്? അവനത് പറയുമ്പോൾ നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിന്റെ അമ്മയെ തെറ്റ് പറയാനാവില്ല. കാരണം ഏതൊരു സ്ത്രീക്കും തൻ്റെ ഭർത്താവ് എത്ര വലിയ കൊള്ളരുതാത്തവനായിരുന്നാൽ പോലും അവർക്ക് അവരുടെ ഭർത്താവിനെ സ്നേഹിക്കാതിരിക്കാനോ ഉപേക്ഷിക്കാനോ ആവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നീ ഒരു കുടുംബമാവണം. നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകൊച്ച് കടന്നു വരണം. അപ്പം മാത്രമേ ഞാൻ പറയുന്നത് എന്തെന്ന് നിനക്ക് മനസ്സിലാകുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ വരാനിരുന്നവളെ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ തന്നെ. ബാക്കി പറയാനാവാതെ അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. അത് മനസ്സിലാക്കിയ രേവതി അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തോളിൽ കരങ്ങൾ പതിച്ചു. അവൻ തിരിഞ്ഞ് അവർക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ കണ്ണുനീർ അവരുടെ കണ്ണുകളെയും നനയിച്ചിരുന്നു. കണ്ണ, നിന്റെ അച്ഛൻ, അതായത് എൻ്റെ ഏട്ടൻ, ഒരിക്കലും തെറ്റു ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയില്ല. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു നല്ല ഭർത്താവോ നല്ലൊരു ജ്യേഷ്ഠനോ നല്ലൊരു മകനോ നല്ലൊരു അച്ഛനോ ആവാൻ കഴിഞ്ഞിരുന്നില്ല. അതെല്ലാം അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾക്ക് മാത്രമായിരുന്നു. അപ്പോഴും ഞങ്ങളോടൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വെറുപ്പിൻ്റെ അംശമുണ്ടായിരുന്നില്ല. ഏട്ടനെ ആശ്രയിച്ച് എല്ലാവരും ജീവിക്കണം. ഏട്ടൻ്റെ വാക്കുകൾക്ക് മുൻതൂക്കം നൽകണം. അതുമാത്രമായിരുന്നു ആ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, ഏട്ടൻ ഒരിക്കലും എൻ്റെ മോളെ കൊല്ലില്ലെന്ന്. നീയും അവളും തമ്മിലുള്ള ബന്ധത്തിൽ ഏട്ടൻ എതിർപ്പ് പറഞ്ഞു ശരിയാണ് എന്ന് വെച്ച് അവളെ കൊല്ലാൻ മാത്രം മനസ്സൊന്നും ഏട്ടനില്ല. അമ്മ എന്ത് ഇങ്ങനെ ഇപ്പോഴും സ്വന്തം ഏട്ടൻ്റെ തെറ്റ് മനസ്സിലാക്കിയിട്ടും തെറ്റു ചെയ്തില്ലെന്നാണോ പറയുന്നേ? എങ്കിൽ പിന്നെ അന്നെന്തിനാ എൻ്റെ അനാമികയെ കൂട്ടിക്കൊണ്ട് പോയത്? പിറ്റേന്ന് അവളുടെ ചലനമറ്റ ജീവശവം തെരുവിൽ നിന്നും കണ്ടെടുക്കുമ്പോൾ അയാൾ എവിടെ പോയി? അവളെ കൊന്നു തള്ളിയിട്ട് പോയില്ലേ അയാൾ? അയാൾ എൻ്റെ അച്ഛനെന്ന് പറയുന്നതിൽ എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നുക. അയാളെ പോലൊരു നീചൻ്റെ മകനായി പിറന്നല്ലോ എന്നോർത്ത്. കണ്ണ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ല. നമ്മുടെ ചില കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ചകൾ പോലും നമ്മളെ ചതിച്ചെന്ന് വരും. ഏട്ടനെൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോയെന്ന് വെച്ച് ഏട്ടനൊരിക്കലും അവളെ പിച്ചി ചീന്തില്ല. അതിനേട്ടനൊരിക്കലും കഴിയില്ല. അവളുടെ പ്രായത്തിൽ അതേപോലുള്ളൊരു മോളെ ഏട്ടനുമുണ്ട്. കുഞ്ഞിലെ ഏട്ടൻ എടുത്തുകൊണ്ട് നടന്ന എൻ്റെ അനുമോളെ ഏട്ടൻ. ഇല്ല കണ്ണ, ഏട്ടൻ അങ്ങനെ ചെയ്യില്ല. ഏട്ടനതിന് കഴിയില്ല കണ്ണ, ഒരിക്കലും കഴിയില്ല. അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് അവർ ഊർന്നു വീണു. കർണൻ അവർക്കരികിലേക്ക് വന്ന് നിലത്തുനിന്ന് അവരെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവരുടെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും അവൻ്റെ മേലൊരു മഴ പോലെ പെയ്തിറക്കിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പല്ലവിയും അർച്ചനയും സൂര്യയും. പല്ലവി റെഡിയായി കഴിഞ്ഞ ശേഷം മിത്തുമോളെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. പിങ്ക് കളർ ഫ്രോക്കാണ് അവളെ അണിയിച്ചത്. നിറയെ മുടിയുള്ളത് കൊണ്ട് തന്നെ 2 സൈഡിലേക്ക് മുടിയെടുത്ത് പിങ്ക് നിറത്തിലുള്ള വലിയ റോസാപ്പൂവിൻ്റെ ബണ്ണും വെച്ച് 2 സൈഡിലേക്കും കെട്ടി. കുറച്ചു മുടി നെറ്റിയിലേക്ക് ചീകിയിട്ടു. നെറ്റിയിൽ പാറിക്കിടന്ന് കളിക്കുന്ന മുടിയുള്ള ആ കുഞ്ഞു സുന്ദരിയുടെ സൗന്ദര്യം ഒന്നുകൂടെ കൂട്ടി. അവളെ ഒരുക്കിയ ശേഷം പല്ലവി അവളുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. അമ്മയുടെയും മോളുടെയും സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇറങ്ങാമായിരുന്നു. പല്ലവി അവളെ നോക്കി ചിരിച്ച ശേഷം ബാഗെടുത്ത് വലത് സൈഡിൽ തൂക്കി. എന്നിട്ട് മിത്തുമോളെയും കയ്യിലെടുത്ത് ഹാളിലേക്ക് വന്നു. നീ സാറിനോട് സംസാരിച്ചോ ജോബിന് വരുമ്പോൾ മിത്തുമോളെ കൂടെ കൊണ്ടുവരുന്ന കാര്യം? ഇല്ല, എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ കാര്യം മറക്കാതെ പറയണമെന്ന്. ഇനി അങ്ങേര് മിത്തുമോളെ കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞാലോ ആകെ പെട്ടുപോകില്ലേ നമ്മൾ? മിത്തുമോളെ കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജോബ് വേണ്ട. മിത്തുമോളേക്കാൾ വലുതല്ല എനിക്ക് ജോലി.
പിന്നെ ജോലിയില്ലാതെ ഈ കുഞ്ഞിനെയും കൊണ്ട് തെണ്ടാൻ പോകുമോ നീ? ഇനി അങ്ങനെ തെണ്ടേണ്ടി വന്നാലും എൻ്റെ മിത്തുമോൾക്ക് വേണ്ടി അതും ചെയ്യും ഞാൻ. ആ, എന്നോട് വായിട്ടലയ്ക്കാൻ അറിയാമല്ലോ നിനക്ക്. ഈ ദേഷ്യം മറ്റുള്ളവരോട് പണ്ടേ കാണിച്ചെങ്കിൽ ഇന്ന് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, വിധി പോലല്ലേ നടക്കൂ. പിന്നെ എന്നോട് പറഞ്ഞ പോലെ അവിടെ പറയാൻ നിൽക്കണ്ട. എങ്ങനെയെങ്കിലും ഈ ജോലി നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് വേറെയൊന്നും നീ ഇപ്പോൾ ചിന്തിക്കേണ്ട. പിന്നെ 3 പേരും മിത്തുമോളെയും കൊണ്ട് ഫ്ലാറ്റ് പൂട്ടി പുറത്തിറങ്ങി. ഫ്ലാറ്റിന് വെളിയിലേക്ക് വരുമ്പോൾ പലരുടെയും കണ്ണ് പല്ലവിയെ കയ്യിലിരിക്കുന്ന മിത്തുമോളിലായിരുന്നു. അവരെല്ലാം അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എല്ലാറ്റിൻ്റെയും നോട്ടം കണ്ടോ അച്ചു, നമ്മുടെ മിത്തുമോളിലാ. ഫ്ലാറ്റിൽ തിരിച്ചു വന്നിട്ട് നന്നായി ഒന്ന് ഒഴിഞ്ഞിടണം. ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ കണ്ണ് തട്ടി എൻ്റെ കുഞ്ഞിന് അസുഖം വരുത്തേ ഉള്ളൂ. നോക്കുന്നൊരു നോക്കട്ടടി. അവർ നോക്കിയെന്ന് വെച്ച് നമ്മുടെ മിത്തൂസിനൊന്നും വരില്ല. അവൾ അത്രയ്ക്ക് സുന്ദരിയല്ലേ. അവളെ കാണുന്ന ആർക്കും ഒന്ന് നോക്കാനും ഓമനിക്കാനും തോന്നും. അത് പറഞ്ഞ് പല്ലവിയുടെ കയ്യിലിരുന്ന മിത്തുമോളെ താടിക്ക് പിടിച്ച് അർച്ചന വലിച്ചു. എൻ്റെ സുന്ദരി പെണ്ണാണ് നീ അല്ലേ വാവേ? അത് പറയുമ്പോൾ അർച്ചനയുടെ മുഖത്ത് ആ കുഞ്ഞ് കൈകൾ ഇഴഞ്ഞു. ഒപ്പം അവളുടെ മോണ കാട്ടി ചിരിക്കാനും മറന്നില്ല. മിത്തുമോളെയും കൊണ്ട് ഓഫീസിലേക്ക് കയറുമ്പോഴും അവിടെയുള്ള എല്ലാ സ്റ്റാഫിൻ്റെയും കണ്ണുകൾ മിത്തുമോളിൽ തന്നെയായിരുന്നു. ഇവരെന്താ മുൻപ് കുഞ്ഞുങ്ങളെ കണ്ടിട്ടേ ഇല്ലേ എന്ന കണക്കാണല്ലോ നമ്മുടെ മിത്തുമോളെ നോക്കുന്നേ. അത് മുൻപ് കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടല്ലടി. നമ്മുടെ മിത്തുമോളെ പോലെ അവൾ മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ നിന്നെന്തായാലും കാണാൻ ചാൻസ് ഇല്ല, അതായി നോക്കുന്നേ. അവർ ഓരോന്നും സംസാരിച്ച് അകത്തേക്ക് വരുമ്പോൾ രാമനാഥൻ അവർക്കെതിരായി വന്നു. താനപ്പോൾ ഇന്ന് ജോയിൻ ചെയ്യുന്നല്ലേ പറഞ്ഞിരുന്നേ? ജോയിൻ ചെയ്യാനാ വന്നേ? എങ്കിൽ പിന്നെ കുഞ്ഞ്? അയാൾ പല്ലവിയുടെ കയ്യിലിരിക്കുന്ന മിത്തുമോളെ സംശയരൂപേനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മോളെ നോക്കാൻ വേറെ ആരുമില്ല. എന്നെ മാറി അവൾ ഒരു നിമിഷം നിൽക്കില്ല. അതാ. സാറിനോട് ഈ കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല, ഇന്നലെ പറയാനിരുന്നതാ, പക്ഷേ പറ്റിയില്ല. സാറ് സമ്മതിക്കുമോ എന്ന് അറിയില്ല. താൻ ഇന്നലെ വന്നപ്പോൾ തന്നെ ഇത് പറയേണ്ടതായിരുന്നു. ഒരു കമ്പനിയിൽ ജോലിക്ക് വരുമ്പോൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അറിയില്ലേ തനിക്ക്? അറിയാം സർ. പല്ലവിയും ഞങ്ങളും ഒരുമിച്ചൊരു ഫ്ലാറ്റിലാണ് താമസം. ഞങ്ങൾ ജോലിക്ക് വരുമ്പോൾ കുഞ്ഞിനെ നോക്കാൻ ആരും തന്നെ ഇല്ല. പിന്നെ ഈ പ്രായത്തിലുള്ള കുഞ്ഞിനെ ആരെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് വരാൻ മാത്രം പരിചയക്കാർ ആരും തന്നെയില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ സാറ് സമ്മതിക്കുമോ എന്നറിയില്ല. എന്തായാലും സാറ് വരുമ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. അത്രയും പറഞ്ഞ് പല്ലവിക്കുള്ള വർക്ക് പ്ലേസ് കാണിച്ചു കൊടുത്ത് അയാൾ പോയിരുന്നു. പല്ലവിക്കെന്തോ രാമനാഥൻ അത് പറഞ്ഞിട്ട് പോയപ്പോൾ എന്തെന്നില്ലാത്ത സങ്കടം തോന്നി. പല്ലവിയുടെ വാടിയ മുഖം കണ്ടതും അർച്ചന പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് സംസാരിച്ച് നോക്കാം. സംസാരിച്ച് നോക്കിയിട്ടും ശരിയായില്ലെങ്കിൽ ഇതല്ലെങ്കിൽ വേറെ ജോബ് നോക്കാം നമ്മൾ, പോരെ? അതിന് പല്ലവി അവർക്ക് മുൻപിൽ ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് മിത്തുമോളെയും കൊണ്ട് അവളുടെ വർക്ക് പ്ലേസിൽ വന്നിരുന്നു. പവിത്ര പുതിയ ഫിലിമിൻ്റെ ലൊക്കേഷനിൽ അവൾക്കും ആ ഫിലിമിൽ ഒരു വേഷം കിട്ടുന്നതിന് വേണ്ടി അതിലെ സംവിധായകൻ മുരുകൻ്റെ കൂടെ കിടപ്പറ പങ്കിടുകയായിരുന്നു. നീ ഇവിടെ നിന്ന് വന്നു പോയ ശേഷം ഇപ്പോൾ ഒന്നുകൂടി കൊഴുത്തിട്ടുണ്ടല്ലോ, അവനൊരു വഷളഞ്ചിരിയോടെ പറഞ്ഞതും അവൾ അവനിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നാലല്ലേ നിങ്ങളെപ്പോലെയുള്ള പല കൊമ്പന്മാർക്കും പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെ പോലുള്ളവന്മാരുടെ പാടെ തള്ളിക്കളയില്ലേ പുതിയ ആൾക്കാർ വരുമ്പോൾ. ഇനി ആരൊക്കെ പുതിയതായി വന്നാലും പോയാലും ശരി, നിന്നെ ഞാൻ ഒഴിവാക്കൂടി എന്ന് പറഞ്ഞ് അവളെ മേലേക്ക് മറിഞ്ഞുകൊണ്ട് വീണ്ടും അവരുടെ മാത്രം ലോകത്തേക്ക് ചേക്കേറി. അവിടെ അവരുടെ വികാരങ്ങളെ തടയിടാൻ ആരുമുണ്ടായിരുന്നില്ല. ഏറെ നേരത്തിനു ശേഷം അവരുടെ മുറിയിലെ ഡോറ് ശക്തിയായ ആരോ തട്ടുന്ന സൗണ്ട് കേട്ടാണ് രണ്ടുപേരും തങ്ങളുടെ ഇണചേർന്ന ശരീരങ്ങളിൽ നിന്ന് അകന്നു മാറിയത്. അപ്പോഴും അവരുടെ സംഗമത്തെ പൂർത്തിയാക്കാതെ തടസ്സം സൃഷ്ടിച്ചതിൽ രണ്ടാൾക്കും നല്ല ദേഷ്യം തോന്നി. മുരുകൻ വേഗം തന്നെ ഒരു മുണ്ടും ഷർട്ടും ഇട്ട് ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും പവിത്രയും കയ്യിൽ കിട്ടിയ ഡ്രസ്സ് എടുത്തിട്ട് അവന് പിന്നാലെ ചെന്നു. മുരുകൻ ഡോറ് തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അല്പസമയം മുന്നേ തൻ്റെയും പവിത്രയുടെയും സംഗമത്തിന് വിരാമം നിന്ന ആളോട് തോന്നിയ ദേഷ്യം അവനെ കണ്ടതും പാടെ മാറി അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അല്ല, നീയായിരുന്നു. ഞാൻ കരുതി ആരെ ഇപ്പം നമ്മളുടെ സ്വർഗത്തിൽ കട്ടുറുമ്പാവാൻ വന്നതെന്ന് വിചാരിച്ചേ ഉള്ളൂ. എന്നാൽ മുരുകനോടൊന്നും പറയാൻ നിൽക്കാതെ അരവിന്ദ് അകത്തേക്ക് പാഞ്ഞു വന്ന് അവൻ്റെ പിന്നിൽ നിന്ന പവിത്രയുടെ കരണത്ത് ആഞ്ഞടിച്ചു. നീ എന്താ അരവിന്ദ് ഈ കാണിച്ചേ? അവളെന്തിനാ നീ തല്ലിയേ? ഇവള് തല്ലുവല്ല, കൊല്ലുവ ചെയ്യണ്ടേ? അമ്മാതിരി ചെറ്റത്രല്ലേ ഇവൾ എന്നോട് കാണിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത്? അതിനു മാത്രം എന്താ ഇവൾ നിന്നോട് ചെയ്തത്? ആ പല്ലവി, അവൾ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ ഒരൊറ്റൊരുതി കാരണം. ആര്? ഇവളുടെ അനിയത്തിയെന്ന് പറഞ്ഞ് നീ ഫോട്ടോ കാണിച്ചു തന്ന ആ പെണ്ണാണോ?
അവൾ തന്നെ അവളെ കഷ്ടപ്പെട്ടൊന്ന് മെരുക്കിയെടുത്തേ. പക്ഷെ എൻ്റെയും ഇവളുടെയും ചെറിയൊരു പിടിപ്പുകേട് കാരണം കയ്യിൽ നിന്ന് കുറച്ച് വഴുതി എന്നുള്ള സത്യമാ. പക്ഷെ ഇവളെ വിശ്വസിച്ച് അവളെ ഇവൾക്കൊപ്പം ആക്കിയിട്ട് പോകുന്നത്. അവസാനം അവളുടെ സുഖത്തിന് വേണ്ടി അവളെ അവിടെ ഇട്ടിട്ട് ഇവൾ ഇങ്ങ് പോന്നു, എന്നോടൊരു വാക്ക് പോലും പറയാതെ. ഇപ്പം നഷ്ടം മൊത്തം എനിക്കും. അവളോട് ഞാൻ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാമെന്ന് പറഞ്ഞു ചോദിച്ചു, എന്നിട്ടും തന്നില്ല. ബലം പ്രയോഗിച്ചു നോക്കി. പിന്നെ അവൾ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല. അതാ ഞാനിങ്ങ് പോന്നേ. നീ തന്നെയല്ലേ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോണെന്നും ഒപ്പം അതിനെ കൊന്നുകളയുമെന്നും. അതാ പിന്നെ എൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിയത് കൊണ്ട് ഞാനിങ്ങ് പോകുന്നത്. പൊന്ന മോളെ, നീ ഇങ്ങോട്ടേക്ക് നേരത്തെ എന്നോട് പറയാമായിരുന്നില്ലേ? ഇപ്പം നിന്റെ ഒടുക്കത്തെ എടുത്തുചാട്ടം കൊണ്ട് കയ്യിൽ നിന്ന് പോയില്ലേ അവൾ? അവൾ എവിടെ പോയിന്നാ? അത് പറഞ്ഞു തീരുന്നതും അരവിന്ദ് പവിത്രക്കിട്ട് ഒന്നുകൂടെ കൊടുത്തു. എൻ്റെ അമ്മായി കെട്ടിക്കാൻ എന്താ നീയും പോകുന്നു? ഇടി ചൂലേ, അവൾ അവിടെയില്ല, അവൾ പോയി. അവൾ എങ്ങോട്ട് പോയെന്ന് ആർക്കും തന്നെ അറിയില്ല. എല്ലാറ്റിനും കാരണം നീ ഒറ്റൊരുത്തിയ. ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ മാത്രം നിനക്ക് എന്തും ഉണ്ടായേ? അവൾ ഇങ്ങോട്ട് പോയെന്ന് വെച്ച് എന്നെ തല്ലുന്നത് എന്തിനാ? പന്ന മോളെ, ഇനിയൊരക്ഷരം മിണ്ടിയാലേ ഇപ്പോൾ തന്ന പോലെ ആയിരിക്കില്ല അടുത്ത് തരാൻ പോകുന്നേ. ഞാൻ അടിച്ച് നിന്റെ അണപ്പല്ല് തെറിപ്പിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഒന്നാത് ഞാൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. അപ്പോഴവളുടെ ഒരു ഉണ്ടാക്കാൻ വന്നിരിക്കുന്നേ. പിന്നെ പവിത്ര ഒന്നും മിണ്ടാതെ വാടച്ചു നിന്നു. അവളെ വിട്ട് കളയാനാണോ അരവിന്ദ നിന്റെ തീരുമാനം? അവളെ പൊന്നു വിളയുന്ന ഉരുപ്പടിയ. അവളുടെ ഫോട്ടോ കാണിച്ച് നീയും ഇവളും കൂടി എൻ്റെന്ന് മാത്രമല്ല പലരുടെയും കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിരിക്കുന്നു. അതോർത്താ നിനക്കും ഇവൾക്കും നല്ലത്. ഞാനൊന്നും വെറുതെ കളയില്ലെന്നറിയാലോ അല്ലേ രണ്ടാൾക്കും? അത്രയും പറഞ്ഞ് മുരുകൻ അകത്തേക്ക് കയറി പോയിരുന്നു. പവിത്രമെല്ലെ നടന്നു വന്ന അരവിന്ദിന്റെ തോളിൽ കൈവച്ചതും അവൻ അവളുടെ കരങ്ങൾ അവൻ്റെ തോളിൽ നിന്നും തട്ടിമാറ്റി. അരവിന്ദ്, ഞാൻ അവളെ ഇടുന്നു പോകുന്ന ഒരിക്കലും കരുതിയില്ല. അല്ലെങ്കിലും പണ്ടേ നീ നിന്റെ കാര്യം മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ. എപ്പോഴും ഒന്ന് ചിന്തിച്ചാൽ നിനക്ക് കൊള്ളാം. അവരുടെ പേരും പറഞ്ഞ് ഞാനും നീയും പലരുടെയും കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി അർമാദിക്കുന്നേ. അവളെ ഇപ്പോൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്നെപ്പോലെ നിനക്കും ദോഷം തന്നെയാണ്. ഓർത്താ നിനക്ക് നല്ലത്. പവിത്ര കുറച്ചു നേരം എന്തോ ആലോചിച്ച ശേഷം പറഞ്ഞു തുടങ്ങി. അവൾ അവിടെയില്ലെങ്കിൽ അവൾ അവർക്കൊപ്പം ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലാതെ വേറെവിടെ പോകാൻ? അരവിന്ദ് ആർക്കൊപ്പം എന്ന ചോദ്യരൂപേണ അവളെ നോക്കി. ആ അർച്ചനയ്ക്കും സൂര്യയ്ക്കുമൊപ്പം. അങ്ങനെയെങ്കിൽ അവൾക്കിതിനെല്ലാം ചേർത്ത് നല്ലൊരു അടി കൊടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കും, നോക്കിക്കോ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പവിത്രയുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകൾ വല്ലാത്ത ദേഷ്യത്തോടെയും ആവേശത്തോടെയും ആഴ്ന്നിറക്കി. പവിത്ര അതെല്ലാം ഒരു ലഹരി എന്നോണം ആസ്വദിച്ച് അവനൊപ്പം അവളും ആഴ്ന്നിറങ്ങി.